everyone. +2 എക്സാം ഇനി എളുപ്പമാവില്ല. ഇത് ഓൾറെഡി നിങ്ങളുടെ ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരുപാട് പേരുടെ ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു എക്സാം തന്നെയായിരുന്നു ഈ ഒരു ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു പാറ്റേണിലേ ആയിരുന്നില്ല ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയമെങ്കിലും വന്നിട്ടുണ്ടാവും. അതായത് +2ന് എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റാതെ വരുമോ, അല്ലെങ്കിൽ എക്സാമിന് തോറ്റു പോകുമോ എന്ന് വരെ ഒരുപാട് കുട്ടികൾക്ക് തോന്നിയ ഒരു നിമിഷമായിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയുള്ള നമ്മളുടെ എക്സാം, അതായത് ഫൈനൽ എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണ് എന്നുണ്ടെങ്കിലും ഇതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. എന്ന് വെച്ചിട്ട് അയ്യോ നമ്മൾ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം ഓൾറെഡി പോയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഫൈനൽ എക്സാമിന് നമുക്ക് വലിയ മാർക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തൊക്കെയായിരുന്നു ഈ ഒരു എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊരു രീതിയിലാണ് ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അത് അടുത്ത എക്സാമിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈസി ആയിട്ട് ഈ +2 എക്സാം എഴുതി തീർക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച തിയറിയിൽ നിന്നുമുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം വെറുതെ നമ്മൾ തലേ ദിവസങ്ങളിലുള്ള മാരത്തോണുകളും മോർണിംഗ് ബൂസ്റ്റേഴ്സും മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുന്നത് 2 മണിക്കൂറും 2.5 മണിക്കൂറിലൊക്കെ ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു അയ്യോ മിസ്സേ ഇത്രയും നേരം ഉണ്ടല്ലോ എന്ന്. പക്ഷെ അത്രയും കണ്ടന്റുകളാണ് നമ്മളുടെ എന്തിലുള്ളത്, ഈ ഒരു ചാപ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ യൂട്യൂബിൽ എടുക്കുമ്പോൾ നമ്മൾ അത്രയും ഷോർട്ട് ആക്കിയിട്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുക്കുക. പക്ഷേ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും, അതായത് ഒരു NCERT ടെക്സ്റ്റ് ബുക്കിലെ മുക്കും മൂലയും വിടാതെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതും ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ ഇസ് ഇമ്പോസിബിൾ. പറ്റുന്നവരുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് അത് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ തീരുമാനിക്കുക, ഇനി ഞാൻ എന്ത് ചെയ്യണം. ഇല്ലേ, വിധിക്ക് വിടുകയാണോ ചെയ്യേണ്ടത്, അതോ അല്ല എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മളുടെ ക്രാഷ് ബാച്ച് തന്നെയാണ്. അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ +2ൻ്റെ ക്രാഷ് ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യോധ ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മളുടെ യോധ ബാച്ചിൻ്റെ ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ 23-നാണ്. ആ 23-ാം തീയതി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത്രയും ദിവസം നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. ഇത്രയും വലിയ സബ്ജക്ട്സ്, ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ എൻ്റെ കുട്ടികൾ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിസംബർ 23-ന് മുമ്പ് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. ഇനി എൻ്റെ കുട്ടികൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ വാട്ട് യു ഗെറ്റ്, അല്ലേ, നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം മെയിനായിട്ട് ആദ്യം നമ്മളുടെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദിക്കുക, അത് പുതിയ പാറ്റേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ട് തന്നെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള 1 ഷോട്ട് റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് എന്ത് കിട്ടും, അനാലിസിസ് വീഡിയോ. അതായത് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ആ ചാപ്റ്ററിൽ എത്ര മാർക്ക് വരെ എക്സാമിന് ചോദിക്കാം, അതിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ആ ടോപ്പിക്ക് എല്ലാം എക്സാമിന് ചോദിക്കാൻ നിർബന്ധമില്ല അല്ലേ. പക്ഷേ PYQs നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും. എങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ചാപ്റ്റർ അനാലിസിസ് തരും. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും. ടൈം നിങ്ങൾക്ക് അത്രത്തോളം പോവില്ല അല്ലെ. ഏതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കറിയാം, ഇപ്പം എല്ലാ ചോദ്യങ്ങളും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാതെ അല്ല വരിക. ഒരുപാട് ക്വസ്റ്റ്യൻ, 70% ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് തന്നെയാണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അതുകൊണ്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻ കിട്ടും. അതിനുശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, വർക്ക് ഷീറ്റ്, അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക് ഷീറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മോഡൽ എക്സാമുകൾ ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ട് ലൈവ് ആണ്. അതായത് ഓരോ ചാപ്റ്ററിനെയും വളരെ ചുരുങ്ങിയ ഷോർട്ടായിട്ട്, വളരെ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലൈവായിട്ട് ക്ലാസ് എടുത്ത് തരിക എന്നുള്ളതാണ് അടുത്ത ഒരു ഫീച്ചർ. പിന്നെ നമ്മളുടെ ബുക്ക് സെറ്റ്, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അല്ലേ, അതായത് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനെല്ലാം കൂടിയുള്ള ഫീസാണ് നിങ്ങൾക്ക് 2000 rupees എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു 2000 rupees കൊടുത്തിട്ട് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താനുള്ള അവസരമാണ്. ആലോചിച്ച് തീരുമാനിക്കുക. ആൻഡ് മക്കളെ, അടുത്ത ഒരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത മക്കളുണ്ടാവും അല്ലേ? അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് ക്രാഷ് കോഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാം വിന്നറിൽ ഓൾറെഡി ജോയിൻ ചെയ്ത എക്സാം വിന്നർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിന് 50% ഫീസ് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് 7592092021 7592092022 എന്ന് പറയുന്ന ഈ 2 നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്ത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആൻഡ് ഇനി നമ്മളുടെ മുമ്പിൽ സമയമില്ല. ചെറിയ കുട്ടികളല്ല, 8ഉം 9ഉം 10ഉം ആണെങ്കിൽ നമുക്ക് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് നിമിഷമാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇനി നിങ്ങൾക്കൊരു അവസരമില്ല. +2 ആണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ 23rd മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു +2 എക്സാം എളുപ്പമാവില്ലെങ്കിലും നമ്മൾ ആ +2 എക്സാമിനെ എളുപ്പമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. സോ അതിന് നിങ്ങളും കൂടെ ഒരു പാർട്ടാവുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ ഒരുമിച്ച് ഇതിനെ കീഴടക്കും. ആൻഡ് നമ്മൾ ഒരുമിച്ച് ഈ +2 എക്സാം ഏറ്റവും നല്ല സക്സസ്സിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാൻ വേണ്ടി തയ്യാറാവുക, ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി തയ്യാറാവുക.